ചെറിയ കാര്യങ്ങൾ പോലും ദൈവ മഹത്വത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഇറ്റ്സ് ഗോഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് ഒരു പ്രശ്നം കടന്നു വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒക്കെ ഒത്തിരി വിഷമിച്ചു പോകും, ചില ബന്ധങ്ങൾ ശിഥിലമാകാം, അങ്ങനെയൊക്കെ ഉണ്ടാകാം. എന്നാൽ ഇന്ന് നമ്മളൊരു കുടുംബത്തെ പരിചയപ്പെടുകയാണ്. പ്രശ്നങ്ങൾക്ക് മധ്യേ ഒന്നിച്ച് നിന്നുകൊണ്ട്, ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, ശക്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു കുടുംബം. സ്വാഗതം ചെയ്യാം നമുക്ക് ആ കുടുംബത്തെ. നിങ്ങളുടെ ഈ ഒരു കുടുംബത്തെ പരിചയപ്പെടാൻ ഞങ്ങൾക്കൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്. ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് റോജി. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്തുള്ള ചാപ്പന്തോട്ടത്തിലാണ് എൻ്റെ വീട്. ചാപ്പന്തോട്ടം ഇടവകയാണ്. ഞാൻ JCB ഡ്രൈവറാണ്. ഇതെൻ്റെ ഭാര്യ ഷെറിൻ. എൻ്റെ പേര് ഷെറിൻ. ഞാൻ സ്റ്റാഫ് നഴ്സായിട്ട് തൊട്ടിൽപ്പാല ഇക്രയിൽ വർക്ക് ചെയ്യുന്നു. ഹോസ്പിറ്റൽ. മോൻ്റെ പേരെന്താ? എൻ്റെ പേര് സാൻജോ റോജി. ഓ, സാൻജോ റോജി. സാൻജോ റോജി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ UKG. ഏത് സ്കൂളിലാ? സോഫിയ. ചാത്തൻകുട്ടയുടെ സോഫിയ സ്കൂളിലാണ് പഠിക്കുന്നത്. എടുക്കാൻ ഈ കുഞ്ഞിന്റെ പേരെന്നാ? കുഞ്ഞിക്കുട്ടൻ്റെ പേര്, എൻ്റെ പേര് സാവ്യ. സാവ്യോ റോജിയാണോ? സാവ്യ മാത്രമേ ഉള്ളൂ, റോജി ഇല്ല. ആ, സാവ്യോ കുട്ടൻ ഉറങ്ങിപ്പോയല്ലോ. അപ്പം ഈ ഒരു ഫ്ലോറിലേക്ക് ഇവിടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വന്നതിന് ഒത്തിരി നന്ദി. നിങ്ങളെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഈ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സന്തോഷത്തിലേക്ക് നമുക്ക് പ്രേക്ഷകരെയും കൂടെ ഒന്ന് കൊണ്ടുപോകാം. ഒത്തിരി സന്തോഷമുള്ള ഒരു കുടുംബം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫാമിലി പിക്ചർ ഇങ്ങനെ കംപ്ലീറ്റ് ആവത്തില്ല. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ എപ്പോഴും മാധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു മോനും കൂടെ ഉണ്ട്. എന്ത് പറ്റിയതായിരുന്നു കുഞ്ഞിന്? ഞാൻ 7.5 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. പെട്ടെന്ന് ഒരു പനി വന്നു. അതിന് തലേ ദിവസം ഞാൻ ഡോക്ടറെ കാണിച്ചു വന്നതാണ്. അന്ന് രാത്രി എനിക്ക് പെട്ടെന്ന് പനി വന്നതുകൊണ്ട് ഒരു ഷിവറിങ് പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയായിരുന്നു. ഷിവറിങ് വന്നോണ്ടാണോ? ഷിവറിങ് അല്ല, അതിന് മുമ്പ് ഡോക്ടർ എന്നോട് പറഞ്ഞു ഈ ഒരാഴ്ചത്തേക്കുള്ളിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ച ആയില്ല. തലേ ദിവസം കൊണ്ട് കാണിച്ച് പിറ്റേ ദിവസം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വന്നു. പെട്ടെന്ന് വയറിൻ്റെ ഉള്ളിൽ നിന്ന് വേദനയും ഈ കുനിയാനും നിമിരാനും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ചേച്ചിക്ക്? ഇല്ല, അന്ന് GD മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡയബറ്റിക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എമർജൻസി ആയിട്ട് തന്നെ ഓപ്പറേഷൻ ചെയ്തു 7.5 മാസത്തിൽ. അപ്പം അവർ പറഞ്ഞത് അബ്രഷ്യ പ്ലാസൻ്റ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അബ്രഷ്യ പ്ലാസൻ്റ മീൻസ് ഉള്ളിൽ ബ്ലീഡിങ്, പൊക്കിൾ കൂടി ജസ്റ്റ് വിട്ടിട്ട് ബ്ലീഡിങ് ഉണ്ട്. അങ്ങനെ 5 ദിവസം അവൻ ഉണ്ടായിരുന്നുള്ളൂ. 5ാമത്തെ ദിവസം മരിച്ചു. നിങ്ങളുടെ കയ്യിൽ കിട്ടിയതായിരുന്നോ കുഞ്ഞിനെ? ഇല്ല, കൊച്ചിനെ കാണിച്ചൊന്നുമില്ല. വേഗം തന്നെ അവർ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്ത് പിന്നെ ആദ്യത്തെ ഒരു 2-3 ദിവസം ബാഡ് സ്റ്റേജ് അവസ്ഥയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 4ാമത്തെ ദിവസം ആയപ്പം ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല,
മാസം തികയാണ്ടുണ്ടായതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ കുട്ടിക്കുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു മാസമൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടി ബെറ്ററായിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് കിട്ടും, വീട്ടിലേക്ക് പോകാം എന്നുള്ളൊരു ആദ്യം ഫസ്റ്റ് പറഞ്ഞത് കിട്ടൂലാന്ന് തന്നെയാണ്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പം കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥ വന്നു. 4-ാമത്തെ ദിവസം കൊച്ച് ഒരുവിധം ഓക്കെ ആയി. അവന് പിന്നെ അത്യാവശ്യം പാല് കുടിക്കുന്നുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് 5-ാമത്തെ ദിവസം കൊച്ചിന് ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ വന്നു. അങ്ങനെ 5-ാമത്തെ ദിവസം കുട്ടി മരിച്ചുപോയി. ആദ്യത്തെ കുഞ്ഞ് ഒരു വല്ലാത്ത സങ്കടം തന്നെയാണ്. പക്ഷെ എന്നാലും പിന്നെ നിങ്ങൾ അത് ഉൾക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞു മാലാക ഉണ്ട്, മുകളിലുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോയി. 2ാമത്തെ ആള് ഇതായിരുന്നു അല്ലേ, സാൻജോ? അവന് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു പ്രശ്നം. പക്ഷെ സിസേറിയൻ ആയിരുന്നു തോന്നുന്നു അല്ലേ? ആദ്യത്തെ 2ാമത്തെ പ്രീമച്യൂർ ഒന്നും അല്ല, നോർമലായിട്ട് എല്ലാ കാര്യങ്ങളും സംഭവിച്ചു. പക്ഷെ 3ാമത്തെ കുഞ്ഞ് ചേച്ചിയുടെ ഉള്ളിൽ ഒരു ആഗ്രഹമായിരുന്നു അല്ലേ? ചേച്ചി മാതാവിനോട് സമർപ്പിച്ച ഒരു നിവേദനമായിരുന്നു ഒരു 3ാമത്തെ കുഞ്ഞെന്ന് പറയുന്നത്. മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ച് ഉള്ളിൽ പറഞ്ഞു, പക്ഷെ പുറമെ ആരോടും പറഞ്ഞില്ല. പിന്നെ ഞാൻ 3-ാം മാസം കഴിഞ്ഞ് പ്രഗ്നൻ്റാന്ന് അറിയുന്നത്. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല. എനിക്കൊരു ഫീവർ വന്നായിരുന്നു. ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ പീരീഡ്സ് ഒന്നും ആയില്ല. ഡോക്ടർ പറഞ്ഞു അത് വയറിൽ ഗ്യാസ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞു ഒരു ദിവസം രാവിലെ വെളുപ്പിന് വെറും വയറ്റിലൊരു സ്കാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി 3-ന് ഞാൻ പോയി സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ടാബ്ലറ്റ് എഴുതി തന്നു. പിന്നെ പീരീഡ്സ് ആകാനുള്ള ഗുളികയും എഴുതി തന്നായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു, തലകറക്കം, BP കുറഞ്ഞു പോവുക, ഷുഗർ കുറഞ്ഞു പോകുന്ന അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം ഞാനൊരു UPT വാങ്ങിയിട്ട് ചെയ്ത് നോക്കി. ചേട്ടായിയുടെ പെങ്ങളെ വീട്ടിൽ പോയ സമയത്താണ് നോക്കിയത്. അപ്പം ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. പിന്നെ മരുന്നെല്ലാം കഴിച്ച് അതെ ഉണ്ടായി. അപ്പം ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ടാബ്ലറ്റ് സിസ്ട്രോൺ ആണ് കഴിച്ചിരുന്നത്. അത് കൊച്ചിന് കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പം ഞാൻ കുഞ്ഞബ്ദുള്ള സാറിനെ കാണിച്ചു, ഇങ്ങനെ UPT പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു ആദ്യത്തെ കൊച്ച് കോംപ്ലിക്കേഷനായി ഡെത്ത് ആയതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ തന്നെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ മോളിശ്യാം എന്ന് പറഞ്ഞ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ മാഡം പറഞ്ഞു ഒരു 3-ാം മാസത്തിലെ ND സ്കാൻ ചെയ്യാനുണ്ട്, അതൊന്ന് ചെയ്തിട്ട് വരണം. പിന്നെ അത് ചെയ്തതിന് ശേഷം 24 hours കഴിഞ്ഞിട്ട് ഡബിൾ മാർക്കർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, അതും ചെയ്യണം എന്ന് പറഞ്ഞു. ഇതെല്ലാം ഇങ്ങനെ ഒരു മെഡിസിൻ എടുത്തോണ്ടാണോ ഇത്രയും ടെസ്റ്റുകൾ പറഞ്ഞത്? നോർമലി ചെയ്യുന്നതാണോ? അല്ല, ഡബിൾ മാർക്കർ ടെസ്റ്റ് ഒന്നും ഏജ് 32 ആയതുകൊണ്ടും പിന്നെ ഞാൻ ടാബ്ലറ്റ് കഴിച്ചതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അത് മാഡം പ്രശ്നമാണെന്ന് പറഞ്ഞില്ല. ഏജ് നോക്കിയിട്ടാണ് പറഞ്ഞത് മാഡം. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പം ND സ്കാനിൽ ND എന്ന് പറഞ്ഞ ഇതുണ്ട്, അത് 3.3 ഉണ്ടായിരുന്നു. അപ്പോൾ മാഡം പറഞ്ഞു ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്തു. മാഡത്തിനെ തന്നെ അവർ വിളിച്ച് പറഞ്ഞു, ടെസ്റ്റ് ചെയ്ത ലാബിൽ നിന്നുള്ള ലാബിലുള്ള ആൾക്കാർ തന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഡബിൾ മാർക്കർ ടെസ്റ്റിൽ ഡൗൺ സിൻഡ്രോം 95% പോസിറ്റീവ് ആണെന്നാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. കൊച്ചിന് ഉള്ളിലുള്ള കൊച്ചിന് 95%. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു ഇത് മെഡിക്കൽ പ്രകാരം ഡൗൺ സിൻഡ്രോം ആണെങ്കിൽ അബോർഷൻ ചെയ്യാനാണ്. പിന്നെ എൻ്റെ പ്ലാസൻ്റെയും ലോ ലൈനിലായിരുന്നു, പ്ലാസൻ്റെ പ്രീവിയ ആയിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു പ്ലാസൻ്റെ പ്രീവിയ ഉള്ളത് കൊണ്ട് അത് 2 ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് തന്നെ അത് പ്ലാസൻ്റ ഇരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കും കൊച്ചിനും കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ 2 പേർക്കും അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാഡം പറഞ്ഞു അബോർഷൻ ചെയ്യുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത്. പക്ഷെ ഞാൻ നിർബന്ധിക്കുകയല്ല, പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് മാഡം പറഞ്ഞു ഞങ്ങൾ വിട്ടു. ഡോക്ടേഴ്സിനൊക്കെ ഇതൊരു വല്ലാത്ത സിറ്റുവേഷനാണ്. പിന്നീട് ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുഞ്ഞിനെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പോകുന്നതാണ് മാഡം പറഞ്ഞത്. ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞാൽ
അമ്മയ്ക്ക് പുറത്ത് പോകാനും പറ്റില്ല, കൊച്ചിൻ്റെ കാര്യം മാത്രം നോക്കി വീട്ടിലിരിക്കാൻ പറ്റുള്ളൂ, പിന്നെ എല്ലാ കാര്യം കൊണ്ടും ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് മാഡം, എനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അബോർഷൻ ചെയ്യുന്നില്ല എന്ന് മാഡം പറഞ്ഞു. അപ്പോൾ മാഡം പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതേപോലെ ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഇത് പറഞ്ഞു തരാം, അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മാഡം ഫീറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ഞങ്ങൾ ഫീറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയ സമയത്ത് അവിടെ നിന്ന് അവർ അബോർഷൻ ചെയ്യാനാണ് പറഞ്ഞത്. ഈ കൊച്ച് അബോർഷൻ ചെയ്യാനല്ലാതെ വേറെ ഒന്നും വഴിയില്ല. പിന്നെ അമ്നിയോസെന്തസിസ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്യാൻ തന്നെ ആദ്യം ഇരുന്നത്. അന്നേരമാണ് കൊറോണയുടെ പ്രശ്നം ഉണ്ടായിട്ട് അത് മാർച്ച് 30-നാണ് ഞങ്ങൾക്ക് ഡേറ്റ് തന്നത് അമ്നിയോസെന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ടെസ്റ്റ് കൊച്ചിന് ഡൗൺ സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അവർ പറഞ്ഞു ഇപ്പോൾ വരണ്ട, ഇവിടുത്തെ ഫീറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അടച്ചു, കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ വന്നാൽ മതി എന്ന്. പിന്നെ അവർ വിളിക്കുന്നത് 7-ാം മാസത്തിലാണ്. അതുവരെ അവസാനം പക്ഷെ നിങ്ങൾ ആ തീരുമാനം എടുത്തു ഈ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള. ഈ ഒരു സമയത്ത് ആദ്യം വിളിച്ചത് റോജി ചേട്ടന്റെ പെങ്ങളെയാന്ന് തോന്നുന്നു അല്ലേ? പെങ്ങൾക്ക് ഒത്തിരി വിശേഷം പറയാനുണ്ട്, നമുക്ക് പെങ്ങളെ ഒന്ന് കാണാം. അവരുടെ രണ്ടാമത്തെ കുട്ടി പ്രഗ്നൻ്റ് ആയ ഒരു സമയത്ത് കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടെന്ന് പറഞ്ഞു. അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം വിളിച്ചത് തന്നെയാണ്. എന്നാ വെച്ചാൽ ഞങ്ങൾ തമ്മിൽ എന്നാ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയോ എടുക്കുകയോ, വിഷമമായാലും സന്തോഷമായാലും എന്തുണ്ടെങ്കിലും തമ്മാമിൽ പറയാറുണ്ട്. അങ്ങനെ എന്നെ ആദ്യം വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ കളയാൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അന്നേരം എനിക്കെന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അന്നേരം ഡോക്ടർ എന്നാണോ പറയുന്നത് അതുപോലെ ചെയ്യ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല, കളയണം എന്നുള്ള രീതി ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാനും ആ കൂട്ടത്തിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നു. എനിക്ക് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് എല്ലാവരും, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കുടുംബമായാലും അവരും കുടുംബവും പിന്നെ ഒരുപാട് അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ചേട്ടായാലും നാത്തൂനായാലും ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. ചേട്ടായി 40 ദിവസം ഉപവാസം എടുത്ത്, ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ രാത്രിയിൽ 3 മണിയാകുമ്പം എണീറ്റിരുന്നിട്ട് അവൾക്ക് മുട്ട് കുത്താൻ പറ്റിയല്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്നും ചേട്ടായി മുട്ട് കുത്തിയിരുന്നും നിന്ന് കരുണക്കൊന്ത് ചൊല്ലി ഒരുപാട്. അതുപോലെ ഞാനും എല്ലാ ദിവസവും കൊച്ചിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ESI ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു മോളെ അബോർഷൻ അല്ലാതെ ഇതിൽ വേറെ ഒരു ഇതില്ല, അബോർഷൻ തന്നെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് ചേട്ടായുടെ പെങ്ങളോട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ വിളിച്ച് പറഞ്ഞപ്പം അവൾ പറഞ്ഞു ഡോക്ടർ എന്താണ് പറയുന്നത് അതേപോലെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കുഞ്ഞു അവ പറയുന്നു അമ്മ എന്നെ കൊല്ലല്ലേ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് അവളോട് പറഞ്ഞു, ഞാൻ എന്തായാലും അബോർഷൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ആൻറ്റിയോടും പറഞ്ഞായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു മോളെ ഇനി സ്വന്തമായിട്ട് തീരുമാനം എടുക്കണ്ട, റോജി എന്താണോ പറയുന്നത് അതേപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. റോജി ചേട്ടന്റെ ശക്തമായ പിന്തുണ തന്നെയായിരുന്നു പക്ഷെ ഉണ്ടായിരുന്നത് അല്ലേ? തീരുമാനം ഈ കുഞ്ഞിനെ സ്വീകരിക്കാം എന്ന് തന്നെയായിരുന്നു. അതെ, ഞങ്ങൾ പിന്നെ ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ മോനുണ്ടായി, ആ കുട്ടി മരിച്ചുപോയി. നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ ഒരു വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ഒരു കുഞ്ഞ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും നമ്മൾ ആ കുഞ്ഞിനെ താലോലിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ മനസ്സിലിങ്ങനെ സ്വപ്നം കണ്ട് ഇരുന്ന ആ കുട്ടി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരവസ്ഥയിൽ കുട്ടി മരിച്ചു പോകുന്നു. ആ ഒരു ഭയങ്കര ഒരു വിഷമമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു വിഷമമെന്ന് വേണേൽ പറയാം ആ ഒരു കുട്ടി മരിച്ചു പോയത്. അത് കഴിഞ്ഞ് ആ വിഷമം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പം അത് കഴിഞ്ഞ് രണ്ടാമത്തെ മോനുണ്ടായി, ഒരു കുഴപ്പമില്ല. അപ്പം മൂന്നാമത്തെ ഒരു കുഞ്ഞാണ് ഞങ്ങളുടെ പിന്നെ കയ്യിലേക്ക് ഇങ്ങനെ ദൈവം തരുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് എന്താ പറയുക, ആ കുഞ്ഞിനിപ്പം പിന്നെ ഡൗൺ സിൻഡ്രോം എന്ന വൈകല്യം ഉണ്ടെങ്കിൽ തന്നെയും ആ കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിച്ചോളാമെന്ന് ഞങ്ങൾ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയ സമയത്ത് തന്നെ ഞങ്ങൾ പിന്നെ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്. ഡോക്ടറെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ഡൗൺ സിൻഡ്രോം എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പം പിന്നെ ഡൗൺ സിൻഡ്രോം പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു റിസൾട്ട് കിട്ടിയപ്പോൾ അന്നേരമാണ് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കേൾക്കുന്നത്. അങ്ങനെ യൂട്യൂബിൽ നിന്നെല്ലാം വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് ഇന്ന അവസ്ഥയാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് മനസ്സിലാകുന്നത് എനിക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ ആ റിസൾട്ട് വാങ്ങി ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടിയിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, പെട്ടെന്ന് ഈ അവസ്ഥ കാര്യങ്ങൾ കുട്ടീൻ്റെ അവസ്ഥ മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നമ്മൾ ആകപ്പാടെ തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്ത് ചെയ്യും?
ഒരു കുഞ്ഞ് ഉണ്ടായ ആൾക്കാർക്കൊക്കെ എനിക്കൊന്ന് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു പനി വന്നാൽ പോലും അമ്മമാരുടെയും അപ്പന്മാരുടെയും ഉള്ളിൽ ഒത്തിരി സങ്കടങ്ങളാണ്. അപ്പം കൈ കിട്ടാൻ പോകുന്ന ഒരു കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നൊരു അസുഖമുണ്ടെന്ന് പറയുമ്പം അവർ അനുഭവിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങൾ, ആ കുഞ്ഞ് കടന്നു പോകുന്ന അവസ്ഥകൾ, ഇതൊക്കെ തീർച്ചയായിട്ടും അപ്പനും അമ്മയും എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പായിട്ടും കടന്നു പോയിട്ടുണ്ടാവും. അപ്പം ഈ ഒരു സമയത്ത് ഒരു ഡോക്ടർ നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് ഡൗൺ സിൻഡ്രോം എന്നും ഈ അവസ്ഥകളെക്കുറിച്ചും ഒക്കെ ഒന്ന് പറഞ്ഞു തരാൻ നമുക്ക് ഡോക്ടറിൽ നിന്ന് കേൾക്കാം. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷൻ അത് ജനറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതായത് സാധാരണ നമ്മൾ ഓരോരുത്തരുടെയും ക്രോമോസോം നമ്പർ, അതായത് ജനിതകമായിട്ടുള്ള ക്രോമോസോമുകളുടെ നമ്പർ 23 ക്രോമോസോമിൻ്റെ 2 പെയർ, അതായത് 46 ക്രോമോസോം ആയിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. എന്നാൽ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനിൽ 21ാമത്തെ നമ്പർ ക്രോമോസോമിൻ്റെ 2 കോപ്പിക്ക് പകരം 3 കോപ്പിയാണ് ഉണ്ടാവുക. അതായത് 21 ട്രൈസോമി എന്ന് ഞങ്ങൾ പറയും. 46-ന് പകരം 47 ക്രോമോസോം അത്തരം കുഞ്ഞുങ്ങളുടെ ശരീരത്തിലുണ്ടാവും. ട്രൈസോമി 21 എന്നാണ് ഞങ്ങൾ ആ കണ്ടീഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്ത് കാരണത്താലാണ് ഈ ട്രൈസോമി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകുന്നത്? സാധാരണഗതിയിൽ അമ്മയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന അണ്ഡത്തിലാണ് ഈ പറയുന്ന 2 കോപ്പി, അതായത് ഒരു 21 ക്രോമോസോമിന് പകരം 2 എണ്ണം വരുന്നത്. നോൺ ഡിസ്ജങ്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് 95 മുതൽ 98% കേസിലും നമ്മൾ കാണാറുള്ളത്. അപ്പോൾ എന്താണ് ഇത്തരം കുഞ്ഞുങ്ങളിലെ അല്ലെങ്കിൽ ഇത്തരം മനുഷ്യരുടെ പ്രത്യേകതകൾ? ഡൗൺ സിൻഡ്രോം അഥവാ അതിന് മറ്റ് ഒരു പേര് നമ്മൾ പറയാം മംഗോളിസം എന്ന് പറയും. മംഗോളിസം ഇത്തരം കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ലുക്ക്, എക്സ്റ്റേണൽ അപ്പിയറൻസിൽ തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ചെവിയുടെ പൊസിഷൻ കുറച്ച് താഴെയും, അവരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് ബുദ്ധിമാന്ദ്യം ഉണ്ടായിരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. മറ്റ് പ്രശ്നങ്ങൾ, അവരുടെ ഹാർട്ടിന് ചെറിയ തകരാറുകൾ, വാൽവിൻ്റെ തകരാറുകൾ നമ്മൾ കാണാറുണ്ട്. അവരുടെ സ്റ്റേച്ചർ, ഉയരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അങ്ങനെ പല പ്രത്യേകതകളും അവർക്കുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബുദ്ധിമാന്ദ്യമാണ്. അതുകൊണ്ട് തന്നെ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന കണ്ടീഷനുള്ള കുഞ്ഞുങ്ങളെ ഗർഭാവസ്ഥയിൽ തന്നെ തിരിച്ചറിയാനായിട്ടുള്ള ശ്രമം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. കാരണം അത്തരം കുഞ്ഞുങ്ങളുടെ പല ഫീച്ചേഴ്സും ഗർഭാവസ്ഥയിൽ തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞ് കിടക്കുന്ന ഫ്ലൂയിഡ് കുത്തിയെടുത്ത് പരിശോധിച്ച് ക്രോമോസോം നമ്പർ ഒരു പരിധിവരെ കൺഫേം ചെയ്യാനും സാധിക്കും. അപ്പോൾ ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യം, ഈ ഗർഭാവസ്ഥയിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വേഗം മരുന്ന് കൊടുത്ത് നമുക്കത് ഭേദമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ക്രോമോസോമിൽ വന്നിട്ടുള്ള ഒരു തകരാറായതുകൊണ്ട് നമുക്കത് മരുന്ന് കൊടുത്ത് ഭേദമാക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ എന്തിനാണ് ഗർഭാവസ്ഥയിൽ തിരിച്ചറിയുന്നത്? ചില ഡോക്ടേഴ്സെങ്കിലും അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര വിദഗ്ധരെങ്കിലും ചിന്തിക്കുന്നത് ഇത്തരം കുഞ്ഞുങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ച് വീഴേണ്ട ആവശ്യമില്ല. കാരണം അത്തരം കുഞ്ഞുങ്ങൾ കുടുംബത്തിനും സമൂഹത്തിനും ഭാരമാണ്. അത്തരം കുഞ്ഞുങ്ങൾ ഭൂമിയിൽ ജനിച്ചു വീഴേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത്തരം കുഞ്ഞുങ്ങൾ ഗർഭാവസ്ഥയിൽ തന്നെ നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ ഗർഭഛിദ്രം ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധ്യത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പക്ഷേ 50 or 100 കൊല്ലം മുൻപ് ഇല്ലാതിരുന്ന ഒരു സാധ്യത ഇങ്ങനെ ഉണ്ടാവാനായിട്ട് കാരണം എന്താണ്? അപ്പോൾ അതിൻ്റെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് 1971 നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ MTP ആക്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് നമ്മുടെ ഇന്ത്യയിൽ പ്രാബല്യത്തിലായി. മറ്റ് പല രാജ്യങ്ങളിലും ഇത്തരം നിയമങ്ങൾ പ്രാബല്യത്തിലാവുകയുണ്ടായി. വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വെച്ച് കൊന്നു കളയാം എന്ന് പറയുന്ന ഈ നിയമം ഇപ്പോഴെന്താണ് സംഭവിച്ചിട്ടുള്ളത്? വൈകല്യത്തോടു കൂടി ഏതെങ്കിലും കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ജനിച്ചു വീഴുകയാണെങ്കിൽ അത് ചികിത്സിച്ച ഡോക്ടറുടെ ശ്രദ്ധക്കുറവാണെന്നുള്ള രീതിയിൽ പോലും വ്യാഖ്യാനിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു. അതിൻ്റെ അനന്തരഫലം എന്നോണം എന്ത് വിധേനയും ഗർഭാവസ്ഥയിൽ ഒരു കുഞ്ഞിന് വൈകല്യങ്ങളോ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ തിരിച്ചറിഞ്ഞ് സംശയമുള്ളപ്പോൾ പോലും കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ഷെറിൻ റോജി ദമ്പതികളുടെ സ്കാനിൽ കണ്ടതും അല്ലെങ്കിൽ ടെസ്റ്റിൽ കണ്ടതും ഇത് തന്നെയാണ്. അവരുടെ
3-ാം മാസത്തിൽ ചെയ്ത ടെസ്റ്റിൽ ഡൗൺ സിൻഡ്രോം സ്ക്രീനിങ് ടെസ്റ്റിൽ വന്ന റിപ്പോർട്ട് ഡൗൺ സിൻഡ്രോം ട്രൈസോമി 21 ഉണ്ടാവാനായിട്ടുള്ള സാധ്യത 49-1, അതായത് 2% സാധ്യത. സാധാരണഗതിയിൽ 250-1, 500-1 മാത്രം കാണേണ്ട ഒരു സാധ്യത ഇവരുടെ അവസ്ഥയിൽ 2% വരെ സാധ്യതയുള്ളതായിട്ട് ടെസ്റ്റിൽ വന്നു. അപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് മിക്കവാറും ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യുക, കുഞ്ഞ് കിടക്കുന്ന ഫ്ലൂയിഡ് കുത്തിയെടുത്ത് പരിശോധിച്ച് കുഞ്ഞിന് പ്രശ്നമുണ്ടെങ്കിൽ കുഞ്ഞിനെ കളയാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ദമ്പതികൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായതുകൊണ്ടും ദൈവം തരുന്ന കുഞ്ഞിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണമെന്ന് ബോധ്യമുള്ളവരായതുകൊണ്ടും അവർ ധൈര്യപൂർവ്വം ദൈവം തരുന്ന കുഞ്ഞ് ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ ഞങ്ങൾ സ്വീകരിക്കുമെന്നുള്ള ഉറച്ച ബോധ്യമെടുക്കുകയും ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയും ആരോഗ്യത്തോടു കൂടി കുഞ്ഞ് ജനിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ എന്നെ കാണാൻ വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് പറയും, ആയുസ്സും ആരോഗ്യവും ദൈവമാണ് തരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൈകളിൽ നിന്നാണ് നമ്മൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുമ്പോഴേക്കും കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ തൻ്റെ ഇടത്തോടു കൂടി നമ്മുടെ സമൂഹത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറയണം, കുഞ്ഞിന് വൈകല്യം ഉണ്ടെങ്കിലും ഞങ്ങൾ കുഞ്ഞിനെ സന്തോഷത്തോടു കൂടി ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കും. വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞാലും ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ഏറ്റവും ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആ ബോധ്യത്തോടു കൂടി ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബത്തിൽ സ്വീകരിക്കാനും അവരെ ശുശ്രൂഷിക്കാനും അങ്ങനെ സ്വർഗത്തിൽ വലിയ നിക്ഷേപം ബിൽഡ് ചെയ്യാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. സമൂഹത്തോട് ഒരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. വൈകല്യമുള്ള കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളോട് നമുക്ക് എന്താണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം എന്തായിരിക്കണം? നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എന്നുള്ളത് അവരോട് സഹതാപമല്ല, നമ്മൾക്ക് അവരോടുണ്ടായിരിക്കേണ്ട മനോഭാവം അവർ ദൈവത്തിൻ്റെ മുൻപിൽ വളരെ വിലപ്പെട്ടവരായതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ നോക്കുന്ന ആ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റവും പ്രീതികരമായ കാര്യമാണ് ചെയ്യുന്നത്. സോ ദൈവത്തിൻ്റെ മുൻപിൽ അവർ VIPs ആണ്. അപ്പോൾ അത്തരം കുടുംബങ്ങളോട് നമുക്ക് ബഹുമാനമാണ് ഉണ്ടായിരിക്കേണ്ടത്. അത്തരം കുടുംബങ്ങളുടെ ആവശ്യങ്ങളിൽ നമ്മൾ അവരെ സഹായിക്കുക എന്നുള്ളത് നമുക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജായിട്ട് നമ്മൾ കണക്കാക്കണം. നമ്മൾ ആ കുടുംബങ്ങളെ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗത്തിൽ നമ്മളും നിക്ഷേപം ബിൽഡ് ചെയ്യുകയാണ്. അപ്പോൾ സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് സ്വീകരിക്കാനും ജീവൻ്റെ സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ പടുത്തുയർത്താനും ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സമയത്ത് വരാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ കേട്ടു. നിങ്ങളെടുത്തൊരു തീരുമാനം ഇതെല്ലാം ഫേസ് ചെയ്യാം, ഒരുമിച്ച് നമുക്കിത് മുന്നോട്ട് വന്നോട്ടെ, കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ തമ്പുരാൻ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരു കുഞ്ഞിനെയും തന്നു. നിങ്ങളുടെ ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു തീരുമാനം എടുക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഉറപ്പായിട്ടും ചുറ്റും ഒത്തിരി പേര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. എന്നാലും നിങ്ങളുടെ ഒരു അനുഭവം എന്തായിരുന്നു? നമുക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ, നമ്മുടെ സുഹൃത്തുക്കളും കുറേ വൈദികർ, നല്ലവരായിട്ടുള്ള കുറേ സിസ്റ്റേഴ്സ്, നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള കുറേ പേര്, ഒരുപാട് പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ നിരുത്സാഹപ്പെടുത്താനും തിരുത്താനും ഒരുപാട് ആൾക്കാർ. ഇത് നിങ്ങളെടുത്ത തീരുമാനം ശരിയായില്ല, ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുട്ടിയാണ്, കൂടാണ്ട് ഇവർക്ക് മറ്റ് പല പ്രയാസങ്ങളും ഉണ്ട്, ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, അല്ല കുട്ടിക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധി വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായപ്പോൾ അവർ അങ്ങനെയുള്ളൊരു ബുദ്ധി വൈകല്യമുള്ളൊരു കുട്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയായിരിക്കും, നിങ്ങളതൊക്കെ ആലോചിച്ചിട്ടുണ്ടോ, അതൊക്കെ ആലോചിച്ചാണോ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു തീരുമാനം എടുത്തത് എന്നുള്ള രൂപത്തിൽ നമ്മളെ ആ തീരുമാനത്തിൽ നിന്ന് തിരുത്താൻ വേണ്ടിയിട്ട് നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ടോ അല്ല, നമ്മളെ കുഞ്ഞിനെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അതെ നമ്മൾ കഷ്ടപ്പെടുന്നത്, നമ്മൾ വിഷമിക്കുന്നത് അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് അവർ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് അവർ ഉദ്ദേശിച്ച് ചെയ്തത്. അങ്ങനെ നമ്മളെ എങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിൽ അവർ പറഞ്ഞത്. പക്ഷെ എന്നാലും ഞങ്ങൾ ആ ഒരു എടുത്ത തീരുമാനം എന്താ പറയുക, അതിൽ പൂർണ്ണമായിട്ട് അടിയുറച്ച് നിൽക്കുകയായിരുന്നു. ആദ്യത്തെ 1-2 മാസമൊക്കെ ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു. ഇങ്ങനെ കുട്ടി ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ, ഞങ്ങൾ തന്നെ നമ്മളങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ഓരോ വഴിക്ക് പോകുമ്പം ഇങ്ങനെ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ മനസ്സിൽ കാണുക, ഇതുപോലുള്ള കുഞ്ഞായിരിക്കുമല്ലോ ചിലപ്പോൾ എനിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ അമ്മമാരും, ഞങ്ങളവിടെ ഒരു ബഡ്സ് സ്കൂളുണ്ട്, ആ സ്കൂളിലേക്ക് ഞാൻ JCB കൊണ്ട് പണിക്ക് പോകുന്ന സമയത്ത് ഈ ബഡ്സ് സ്കൂളിൻ്റെ ബസ് ഇടയ്ക്ക് ഓപ്പോസിറ്റ് വരും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആ ബസ്സിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം ഇതുപോലെ വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ, വലിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു 10, 15, 18 വയസ്സുള്ള കുട്ടികൾ. അവർ ചെറിയ സ്കൂളിലാണ് പഠിക്കുന്നത്, 1, 2 അല്ലെ അങ്ങനെ ആ ഒരു റേഞ്ചിലാണ്. അപ്പം ഞാനന്നേരം മനസ്സുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഒരു കുഞ്ഞായിരിക്കുമല്ലോ എനിക്കും കിട്ടാൻ പോകുന്നത്.
അങ്ങനെ ഒരു 1-2 മാസം ഞങ്ങൾക്കൊരു വലിയ പ്രയാസം തന്നെയായിരുന്നു അതിനോട് നമുക്ക് മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാൻ. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി. പിന്നെ അങ്ങനെയുള്ള അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ പേരുകൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാർ, ഒന്ന് അദ്ദേഹം ഞങ്ങളിൽ നിന്ന് ഇപ്പം മരണപ്പെട്ടു പോയി. സണ്ണി എന്ന് പേരുള്ള ഒരു ചേട്ടനായിരുന്നു. പിന്നെ മൂപ്പരാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ഒരാൾ. അയാളൊന്നും നമ്മളോടൊപ്പം ഇല്ല. കൊച്ചുണ്ടായി, മോനുണ്ടായി, നല്ല കുട്ടിയാന്ന് കണ്ടു. അതിന് ശേഷം ഒരു 6 മാസം കുട്ടി ഒരു 6 മാസം പ്രായമുള്ള സമയത്ത് ചെറിയൊരു അസുഖം വന്ന് ഇവർ നമ്മളിൽ നിന്ന് വേറിട്ട് പോയി. ചുറ്റും പ്രാർത്ഥിക്കാൻ ഒത്തിരി പേര്, പ്രാർത്ഥിച്ച് ബലം നൽകാൻ ഒത്തിരി പേരുണ്ടാവുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ദൈവാനുഗ്രഹമാണ്. അതൊരു ധൈര്യമാണ് ശരിക്കും അതെ. അപ്പം ഈ ഒരു സമയത്ത് കൂടെ നിൽക്കാൻ അങ്ങനെ കുറേ പേര്, എനിക്ക് തന്നെ അറിയാം, നമുക്ക് പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് പേരോട് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമുണ്ട്. അങ്ങനെ കുറേ പേര് നിങ്ങൾ ചുറ്റും ഉണ്ടായിരുന്നു. അതിലൊരാളാണ് സിസ്റ്റർ കൃപ. അത് ചേട്ടൻ തന്നെ എൻ്റെ പപ്പാൻ്റെ പെങ്ങടെ മോളാണ്. ഞങ്ങൾ മിനി ചേച്ചി എന്ന് വിളിക്കും. മിനി എന്നാണ് പേര്. കൃപ മഠത്തിൽ കോൺവെന്റിലുള്ള സിസ്റ്റർ കൃപയുണ്ട് നമ്മുടെ കൂടെ, നമുക്ക് കാണാം. എൻ്റെ അമ്മച്ചിയുടെ ആങ്ങളയുടെ മകൻ്റെ കുടുംബജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച ഒരനുഭവം. അവരുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ എൻ്റെ സഹോദരൻ ഫോണിൽ വിളിച്ച് എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ ഞാൻ അവനോട് ചോദിച്ചു, ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നിനക്ക് എന്താണ് തോന്നിയത്? എന്താണ് നിന്റെ തീരുമാനം? അപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, ചേച്ചി, ഞാനൊന്നും തീരുമാനിക്കുവാനില്ല. ദൈവം എനിക്ക് നൽകിയ ഒരു സമ്മാനമാണിത്. ഈ സമ്മാനം സ്വന്തമാക്കുവാൻ വേണ്ടി എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വന്നാലും എന്തെല്ലാം ത്യാഗം ചെയ്യേണ്ടി വന്നാലും ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെടും. ഞാൻ ഇവനെ വളർത്തുമെന്ന്. അവന്റെ സംതൃപ്തി നിറഞ്ഞ സംസാരവും ദൈവത്തിലുള്ള ആശ്രയത്വവും എന്നെ പോലും അത്ഭുതപ്പെടുത്തി. ഞാൻ എൻ്റെ സഹോദരൻ റോജിയോട് പറഞ്ഞു, ദൈവം നൽകിയ ഒരു സമ്മാനമാണെന്ന് തിരിച്ചറിഞ്ഞ ഈ നിമിഷം മുതൽ ഈ കുഞ്ഞിന്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ പോവുകയാണ്. ദൈവത്തിന്റെ കൃപയാണിത്. നമുക്കിതിനെ വളർത്തണം, വലുതാക്കണം. അതിന് എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും സപ്പോർട്ടും പ്രാർത്ഥനയും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു. നിന്നെ വിളിക്കേണ്ട പേരും നീ ജനിക്കേണ്ട ഇടവും അത് കർത്താവ് മുൻപേ തീരുമാനിച്ചതാണ്. ഓരോ ജനനവും നടക്കുന്നത് കർത്താവിൻ്റെ കരങ്ങളിലൂടെയാണ്. അതെ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലൂടെ. യെസ്, ഇറ്റ്സ് ഗോഡ്. ഇറ്റ്സ് ഗോഡിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇവരുടെ തുടർ അനുഭവങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.